കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യയിൽ നൽകുമ്പോൾ മാനദണ്ഡം പാലിച്ചിട്ടില്ല. ജൂൺ 1 കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അനസ്തേഷ്യ മരണത്തിന് കാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജൂൺ 1 കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. മുറിവിന് തുന്നലിടാനായി അനസ്തേഷ്യ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. അനസ്തേഷ്യ നൽകി അല്പസമയത്തിനു ശേഷം കുഞ്ഞ് മരിക്കുകയായിരുന്നു. സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി 4 വയസ്സുകാരന്റെ അമ്മ രംഗത്തെത്തി. ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടപടി വേണമെന്ന് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു. കുഞ്ഞിന് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മ വ്യക്തമാക്കുന്നത്. വേറെന്തെങ്കിലും അസുഖ ജലദോഷം ഒന്നുമില്ലാത്തൊരു കുട്ടിനെ കൊണ്ടുപോയതാകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിന് മനസ്സിലാക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് അവർ ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് അവർ ആശ്വാസം തരില്ല. അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആശുപത്രിക്ക് ചികിത്സയുടെ ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞ് മരിച്ച വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചെന്നും ആംബുലൻസിൽ വെച്ചാണ് കുഞ്ഞ് മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. വിഷയത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുട്ടിയുടെ ബന്ധുവും പറഞ്ഞു. മലബാർ ടൈംസ്, മലപ്പുറം.